വാക്കുകൾ കൊണ്ട് ആക്രമണം നടത്തിയവർ പോലും വാതോരാതെ വാഴ്ത്തുകയാണിപ്പോൾ ചിന്മയി ശ്രീപദ എന്ന ഗായികയെ. അപമാനത്തിന്റെയും അവഗണനയുടെയും നിഴൽച്ചുഴിയിൽ നിന്നുള്ള ഗായികയുടെ ഉയർത്തെഴുന്നേൽപ്പാണിത്. സമൂഹ മാധ്യമങ്ങളിലും വേദികളിലും മുത്തുമഴ എന്ന ഗാനത്തിന്റെ ചിന്മയി പാടിയ വേർഷനാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ. തഗ് ലൈഫ് എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ തെലുങ്ക്, ഹിന്ദി പതിപ്പുകളിൽ തന്റെ പ്രിയ ഗായികരിലൊരാളായ ചിന്മയുടെ ശബ്ദമാണ് സംഗീത സംവിധായകൻ AR റഹ്മാൻ ഉപയോഗപ്പെടുത്തിയതെങ്കിലും തമിഴിൽ ഗാനം ആലപിച്ചത് ദീ ആയിരുന്നുവെങ്കിലും തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് വേളയിൽ ചിന്മയി ഗാനം ആലപിച്ചതും ശേഷമുണ്ടായതും സംഗീത പ്രേക്ഷകർക്കറിയാം. ദീ പാടിയതിനേക്കാൾ വൈറലായത് ചിന്മയുടെ സ്റ്റേജ് പെർഫോമൻസിന്റെ ആ ഒരു വേർഷനായിരുന്നു. സംഗീത പ്രേമികളുടെയും ഗായികയുടെ ആരാധകരുടെയും ആവശ്യപ്രകാരം സിനിമയിലെ ഗാനരംഗത്ത് ചിന്മയുടെ ശബ്ദം ചേർത്തുള്ള യൂട്യൂബ് വീഡിയോയും തഗ് ലൈഫിന്റെ നിർമ്മാതാക്കൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അതും വൻ ഹിറ്റ് തന്നെ. മാറ്റി നിർത്തിയവർ പോലും മാനിക്കുമ്പോൾ ചിന്മയുടെ മനസ്സിൽ തീർച്ചയായും മുത്തുമഴ പെയ്യുകയായിരിക്കും. എന്നാൽ നാം വിചാരിക്കുന്നതിലും എത്ര ഉയരെയാണ് ചിന്മയി എന്ന കലാകാരിയുടെ മികവ്, ആ വ്യക്തിത്വം, ആത്മാഭിമാന ബോധം. ഒരു സ്ത്രീ അവരനുഭവിച്ച അപമാനത്തെക്കുറിച്ച് ഉറക്കെ പറഞ്ഞാൽ, അതിനെതിരെ പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിന് മറ്റൊരു തെളിവ് കൂടിയായിരുന്നു ചിന്മയുടെ മീറ്റു വെളിപ്പെടുത്തൽ. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഇപ്പോൾ എന്തിനു പറയണം? മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമം, ശ്രദ്ധ നേടാനുള്ള തന്ത്രം, മഹാനായ കലാകാരനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി സർവ്വസാധാരണമായ പ്രത്യാക്രമണങ്ങളും അവഹേളനങ്ങളും ചിന്മയി ഇതിനോടകം നേരിട്ടു. എന്നാൽ തളർന്നിരിക്കാനോ പിന്തിരിഞ്ഞോടാനോ ചിന്മയി ഒരുങ്ങിയില്ല. തെറ്റു ചെയ്യാത്തൊരാൾ ആരെ എന്തിനു ഭയക്കണം? തമിഴ് സാഹിത്യത്തിലെ മിന്നും താരങ്ങളിൽ ഒരാൾക്കെതിരെയായിരുന്നു ചിന്മയുടെ ആ ഒരു വെളിപ്പെടുത്തൽ. പാട്ടെഴുത്തുകാരനും കവിയും നോവലിസ്റ്റുമായ വൈരമുത്തു ഒരിക്കലും അരുതാത്തത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ വാതോരാതെ വാദിച്ചു. ചിന്മയെ ആക്രമിച്ചു. ജാതീയമായ അധിക്ഷേപം എന്നിവരെ ചിന്മയുടെ വെളിപ്പെടുത്തൽ ലേബൽ ചെയ്യപ്പെട്ടു. ഒടുവിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കും. പക്ഷേ ആർക്ക് നഷ്ടം? ചിന്മയുടെ മുത്തുമഴ യൂട്യൂബ് വീഡിയോയ്ക്ക് ചുവടെ വന്ന ഒരു കമന്റ് കടമെടുത്താൽ നഷ്ടം തമിഴ് സിനിമയ്ക്ക് മാത്രം. സൺ ടിവിയിലെ റിയാലിറ്റി ഷോയിലൂടെയാണ് ഗായകൻ ശ്രീനിവാസ് ചിന്മയുടെ കഴിവ് കണ്ടെത്തിയത്. AR റഹ്മാന് ചിന്മയെ പരിചയപ്പെടുത്തതും അതേ ശ്രീനിവാസാണ്. പിന്നീടുണ്ടായത് എല്ലാവർക്കും അറിയാം. കന്നത്തിൽ മുട്ടമിട്ടാൽ എന്ന ചിത്രത്തിൽ ആദ്യമായി റഹ്മാൻ സംഗീതത്തിൽ ചിന്മയെ പാടി. ഭാവഗായകൻ P ജയചന്ദ്രനോടൊപ്പം ഒരു ദൈവം തந்த പൂവേ എന്ന ഗാനം. മാറ്റി നിർത്തപ്പെടലിന്റെ 7 ആണ്ടുകൾ അവസാനിച്ചതും റഹ്മാനിന്റെ ഗാനത്തിലൂടെയാണ് എന്നത് ഒരുപക്ഷെ യാദൃശ്ചികമാകാം. മുത്തുമഴ പാടിയത് മറ്റൊരു ഗായികയാണെങ്കിലും മറ്റു ഭാഷകളിൽ ചിന്മയാണ് ആ ഗാനം ആലപിച്ചത്. വേദിയിൽ ചിന്മയി മുത്തുമഴ പാടിയപ്പോൾ ശ്രോതാക്കളും ആരാധകരും 2 ഗായികമാരുടെയും ആലാപനത്തെ താരതമ്യം ചെയ്തപ്പോൾ ചിന്മയുടെ മികവിനെ എടുത്തുയർത്തി കാട്ടിക്കൊണ്ടാണ് എത്ര വേഗത്തിലാണ് അഭിനന്ദനത്തിന്റെ അലയൊടുകൾ ഉണ്ടായത്. അവഗണനയുടെ കാലം മാഞ്ഞുപോയി. ചിന്മയി എന്ന ഗായികയെ, ആ വ്യക്തിയെ, അവരുടെ മനോധൈര്യത്തെ ഒരു വട്ടം കൂടി പ്രശംസിക്കുന്ന സന്ദർഭമായി മുത്തുമഴ എന്ന ഗാനത്തിന് ലഭിക്കുന്ന ഉറക്കെയുള്ള കയ്യടികൾ.